വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ വലിയ വംശീയതയും വർഗീയതയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വി.ഡി. സതീശനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞ ഉത്തരവും ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞ ഉത്തരവും വേറെ തന്നെയായിരുന്നല്ലോ. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എല്ലാ സമുദായ നേതാക്കളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അല്ലെങ്കിൽ കെ.പി.സി. പ്രസിഡന്റോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കെ.സി. വേണുഗോപാൽ ചോദിച്ചാൽ അദ്ദേഹവും പറയും ഞങ്ങളുടെ ഉദ്ദേശം അതിനെക്കുറിച്ച് പറയില്ല, ഞങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാർ നശിക്കണമെന്നാണ്, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ, അഭിപ്രായം പറയില്ല. അപ്പോൾ മതസാമുദായിക സംഘടനകളെയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളുമാണ് നമ്മളെ കാലാകാലങ്ങളായി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു വോട്ട് ബേസ് അല്ല. ജനങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ധാരണ, ബോധ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിർവഹിക്കുന്ന വോട്ട് എന്നതിനെ അല്ല ഇവർ കണക്ക് കൂട്ടുന്നു തോന്നുന്നു. മറിച്ച് സുകുമാരൻ നായർ കത്ത് കൊടുക്കുന്നതിന് അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളയിൽ നിന്ന് എഴുതുന്ന കത്തും അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റും കണ്ടിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവരാണ് എന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും, കോൺഗ്രസ് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ജനങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ഏതൊരു സർക്കാരിനെയും ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഓഡിറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നും ഓഡിറ്റ് ചെയ്തിട്ട് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിന്മേലാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഈ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് കുറവാണ് തദ്ദേശ ഇലക്ഷനിൽ കണ്ടത് എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ. അല്ലാതെ സുകുമാരൻ നായർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞിട്ടാണോ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ആളുകൾ വോട്ട് ചെയ്തത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടാണോ? അല്ല, ജനങ്ങൾ അവരുടെ രാഷ്ട്രീയമായ തീരുമാനം നടപ്പിലാക്കുന്നതാണ് കാണുന്നത്. അവിടെ ഇവർക്കൊക്കെയുള്ള റോൾ എന്താണ്? ഒരു സമുദായ സംഘടനാ നേതാവ് നിലയ്ക്ക് മാന്യമായ അർഹമായ സ്പേസും റെസ്പെക്റ്റും അവർക്ക് കൊടുക്കണം. അതിൽ തർക്കമൊന്നുമില്ല. അതിനർത്ഥം അവർക്ക് ഏത് തരത്തിലുള്ള വംശീയതയും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതല്ല. വി.ഡി. സതീശനെ സംബന്ധിച്ച് അയാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോൺഗ്രസിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട് ആരാണ് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ളത്. ഇവരെല്ലാം കൂടി ആക്രമിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നാട്ടുകാർക്കൊരു വ്യക്തത വന്നു, ജനങ്ങൾക്ക് ആശയക്കുഴപ്പം മാറി. അപ്പോൾ സതീശനാണ് ഈ സർക്കാരിൻ്റെ, ഞാൻ എൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ എലമെൻറ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ എതിരാളി ആരാണ്? അത് കെ.സി. വേണുഗോപാലാണോ? എതിരാളിന്ന് വെച്ചാൽ അതിൻ്റെ നായകസ്ഥാനം ആർക്കാണ്? അതോ രമേശ് ചെന്നിത്തലയാണോ? അതോ വി.ഡി. സതീശനാണോ? ആരാണ് ദ അൺകോംപ്രമൈസിങ് ലീഡർ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആൾക്കാർ കാണുന്ന വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനെ പഴയ ഏതോ കേസ് എടുത്തുകൊണ്ട് നിന്ന് പുനർജനി കേസിൽ കൊടുക്കാൻ നോക്കുന്നു. കാരണം സതീശനെ ഔട്ട്ഷൈൻ ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ ഒരു കാര്യമില്ലാതെ NSS ജനറൽ സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തുന്നത്. പുള്ളി അങ്ങനെ വാർത്താസമ്മേളനം കേട്ടോ, വിളിച്ചത് വാസവനാണ്. ഇടയ്ക്ക് വിളിക്കുന്നല്ലേ, വാസവന, പിന്നെ വിളിക്കാം മന്ത്രി. അത് വേറൊരു കാര്യം പറയാനത് പിന്നെ പറഞ്ഞ് വിശദീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു കോൺടെക്സ്റ്റും ഇല്ലാതാണ് NSS ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നത്. അതായത് സമീപകാലത്ത് കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, വീണ് പരിക്കേറ്റ് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. NSSനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒന്നും ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടില്ല ഓർക്കണം. NSS ജനറൽ സെക്രട്ടറിയോ NSSനെ ഒന്നും വി.ഡി. സതീശൻ എവിടെയൊന്നും പറഞ്ഞിട്ടില്ല.